ഹലോ, വെൽക്കം ടു സ്കൈസ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സ്കൈയുടെ ബാത്തും അതുപോലെ തന്നെ ഗ്രൂമിങ്ങും ആണ് നമ്മൾ മെയിൻ ആയിട്ട് കാണിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രവണതയാണ് നമ്മുടെ ഷാംപൂ അല്ലെങ്കിൽ സോപ്പ് ഒക്കെ ഇവരെ കുളിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഹ്യൂമൻ ഷാംപൂ, കണ്ടീഷണർ, സോപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഐറ്റംസ് ഇവർക്ക് യൂസ് ചെയ്യുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഷാംപൂവും കണ്ടീഷണറിന്റെ എല്ലാം ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. കുളിപ്പിക്കുമ്പോൾ നമുക്ക് നല്ല ക്ഷമ ആവശ്യമാണ്. ചെവിയിലൊന്നും വെള്ളം കയറാതെ, അത് മാത്രമല്ല നമ്മൾ ഒരിക്കലും അവർ ഈ പ്രോസസ്സ് വെറുക്കുന്ന രീതിയിലാവരുത്. ഫാസ്റ്റായിട്ടൊന്ന് കുളിപ്പിച്ചു ഭയങ്കരമായിട്ട് തേച്ചൊരിച്ച് കഴുകുക. കാരണം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ആനിമൽ ആണല്ലോ അവർ എന്നുള്ളതിനാണ് കൂടുതലായിട്ടും നമ്മുടെ മൈൻഡിൽ പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ അവർക്ക് അധികം വേദന എടുക്കില്ല, അല്ലെങ്കിൽ അവർക്ക് ഇതൊന്നും ഒരു ഇഷ്യൂ ആവാൻ ചാൻസ് ഇല്ല എന്നുള്ള നമ്മുടെ തെറ്റായ ധാരണയുടെ പുറത്താണ് നമ്മൾ കുറച്ച് ഹാർഡായിട്ട് ഇവരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. മാസത്തിൽ ഒരു തവണ കുളിപ്പിക്കുന്നത് തന്നെ ഇനഫ് ആണ് ഇവർക്ക്. അതിൽ കൂടുതൽ കുളിപ്പിക്കേണ്ടി വരുന്നത് അത്രയും അത്യാവശ്യം. അതായത് ഒത്തിരി ചെളിയിലൊക്കെ കിടന്ന് കളിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണെങ്കിലും ഒരു കാക്കക്കുളി കുളിപ്പിക്കേണ്ടി വരും. അതല്ലാതെ ഷാംപൂ, കണ്ടീഷണറോ ഒക്കെ ഇട്ട് നമ്മൾ തറവായിട്ട് കുളിപ്പിക്കുന്നത് മാസത്തിൽ ഒരു തവണ ചെയ്താൽ മതിയാവും. കൂടുതൽ തവണ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ കണ്ടീഷണറൊക്കെ അപ്ലൈ ചെയ്തിട്ട് മിനിമം ഒരു 5 മിനിറ്റ്സ് എങ്കിലും ബോഡിയിൽ നമ്മളത് കീപ്പ് ചെയ്യണം. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് ബ്രഷ് ചെയ്യണം. ബ്രഷ് ചെയ്യുമ്പോൾ അത് ആഫ്റ്റർ ബർത്ത് ആണെങ്കിലും അല്ലെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് അവരുടെ ഹെയർ ഒന്ന് വെറ്റ് ആക്കിയിട്ട് വേണം നമ്മൾ ബ്രഷിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സലൂണിലൊക്കെ പോകുമ്പോൾ അവർ ഹെയർ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് വാട്ടർ സ്പ്രേ ചെയ്യും. ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ നമ്മൾ കോംബ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. പ്രത്യേകിച്ച് ഡോഗീസിന്റെ ഈ പോമറേനിയൻസ് അല്ലെങ്കിൽ ഇതുപോലെ ഒത്തിരി ഫറുള്ള ആനിമൽസിനെ ഒന്നും നമ്മൾ അങ്ങനെ ഡ്രൈ ആയിട്ട് ബ്രഷ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. സോ കുറച്ചൊന്ന് വെറ്റാക്കിയിട്ട് വേണം ബ്രഷിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതിന് നമ്മൾ ഓരോ പാർട്ടീഷൻ ആക്കിയിട്ട് എടുക്കുക അവരുടെ ഹെയർ. എന്നിട്ട് ഞാൻ കോംബ് ചെയ്യുമ്പോൾ ബാക്ക്വേർഡ് ആണ് മിക്കപ്പോഴും കോംബ് ചെയ്യാറ്. അങ്ങനെ കോംബ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് കാണുകയും വായിക്കുകയും ഒക്കെ ചെയ്തത് കാരണമാണ് നമ്മൾ ബാക്ക്വേർഡ് കോംബ് ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ബാക്ക്വേർഡ് കോംബ് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു ഇറിറ്റേഷൻ കുറയുന്നുണ്ട്, ഒരു ഡിസ്കംഫർട്ട് ലെവൽ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒത്തിരി ഹാർഡായിട്ട് നമ്മൾ പിടിച്ചു വലിക്കാൻ പാടില്ല അവരുടെ ഫർ. നമ്മുടെ തലമുടി കുറച്ച് കെട്ടൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് പിടിച്ചു വലിച്ച എന്തായിരിക്കും അവസ്ഥ, അതുപോലെ ഡ്രൈ ആയിട്ട് ഇരിക്കുമ്പോൾ നല്ല പെയിൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കുളിപ്പിക്കുമ്പോഴോ ഗ്രൂം ചെയ്യിപ്പിക്കുമ്പോഴോ എല്ലാം വളരെ ജെന്റിലായിട്ട് ഇവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ യൂഷ്വലി ഇവരുടെ നെയിൽ കട്ട് ചെയ്യാറില്ല, നമ്മൾ തന്നെ ചെയ്യാറില്ല. അത് നാട്ടിൽ നിന്ന് നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് കിട്ടിയത് തൊട്ടാണ് നമ്മൾ നെയിൽ കട്ടിങ് മാത്രം ഗ്രൂമേഴ്സിൻ്റെ അടുത്ത് പോയിട്ടാണ് നമ്മൾ ചെയ്യാറ്. ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ വീട്ടിൽ ചെയ്യാറാണ് പതിവ്. ഇവരുടെ അണ്ടർ പോസും ക്ലീൻ ആയിട്ടിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അണ്ടർ പോസ് എങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്, അതിന് ഏതൊക്കെ ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.